സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ അറിയിക്കാൻ വന്നിരിക്കുന്ന ഒരു കാര്യം കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തൊരു കാര്യത്തിന്റെ ബാക്കിയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രേണു സുധിയുടെയും കിച്ചുവിന്റെയും കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തിരുന്നതാണ്. അപ്പോൾ അങ്ങനെ കഴിഞ്ഞ ദിവസം ഞാൻ ഇട്ടിരിക്കുന്ന ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. രേണു സുധിയുടെ കൂട്ടുകാരും എല്ലാവരും കൂടി സുധി മരിച്ചതറിഞ്ഞിട്ട് ആ അപകടം അറിഞ്ഞ് അതിന്റെ മരണവാർത്ത അറിഞ്ഞപ്പോൾ തന്നെ അവർ ആ ഡെഡ് ബോഡി കാണാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്ന സമയത്ത് വാഹനം സൈഡിൽ ഒതുക്കിയിട്ട് ഇവരെല്ലാവരും 5 സ്റ്റാർ ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചു എന്നുള്ളത് കിച്ചു പറഞ്ഞു എന്നുള്ള രീതിയിൽ ഞാൻ പറയുകയുണ്ടായി. പറഞ്ഞു എന്നുള്ള രീതിയിലല്ല, പറഞ്ഞ കാര്യം തന്നെയാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അതിൽ കുറെ പേര് വന്നിട്ട് കമന്റ് ഇട്ട് മെഴുകുന്നുണ്ടായിരുന്നു, കിച്ചു എവിടെയാണ് അങ്ങനെ പറഞ്ഞത്, നിങ്ങൾ എന്തിനാണ് ആവശ്യമില്ലാത്തത് പറയുന്നത്, രേണു സുധി ഫുഡ് കഴിച്ചു എന്ന് പറഞ്ഞതായിട്ടില്ല, രേണു സുധിയെ പറ്റി കിച്ചു പറയാത്ത പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് കിച്ചു എന്ന് പറയുന്ന ഒരു പയ്യനെ പറ്റി നിങ്ങൾ മോശമായിട്ട് പറയാം, എന്തൊക്കെ വിടുവായത്തരം പറയുന്നു എന്നൊക്കെ പറഞ്ഞ് മെഴുകുന്നുണ്ട്. ഇവര് എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ മെഴുകുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. കിച്ചു എന്ന് പറയുന്ന പയ്യൻ അവന്റെ ഒരു രണ്ടാനമ്മയാണ് അല്ലെ മൂന്നാമത്തെ ഒരു അമ്മയാണ് ഈ പറയുന്ന രേണു എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ. അവനെ വേണ്ട രീതിയിൽ പരിഗണിച്ചിട്ടില്ല. അവന്റെ വീട്ടില് അവനൊരു സമാധാനത്തോടുകൂടി ജീവിക്കാൻ സാധിച്ചിട്ടില്ല. അവന് മാത്രമല്ല, അവന്റെ അച്ഛനായിട്ടുണ്ടായിരുന്ന സുധി കൊല്ലത്തിന് അല്ലെ കൊല്ലം സുധിക്കും അതേ രീതിയിലുള്ള സമാധാനത്തോടെ ജീവിക്കാൻ സാധിച്ചിട്ടില്ല. ഈ കൊല്ലം സുധി എവിടെ പരിപാടിക്ക് പോയാലും കിച്ചു എന്ന് പറയുന്ന തന്റെ മൂത്ത മകനെ കൊണ്ടുപോകുമായിരുന്നു എന്ന് പലപ്പോഴും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യം രേണു സുധിയും പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ എവിടെ പരിപാടിക്ക് പോയാലും തന്റെ മകനെ കൊണ്ട് പോകുന്നത് അത് കണ്ടിട്ട് ഇഷ്ടപ്പെടാതെ, അതായത് ഈ രേണു സുധിക്ക് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല എന്നുള്ളതും കിച്ചു എടുത്ത് പറയുന്നുണ്ട്. എന്നെ പരിപാടിക്ക് കൊണ്ടുവന്നത് എൻ്റെ അമ്മയ്ക്കും എൻ്റെ അമ്മയുടെ വീട്ടുകാർക്കും ഒന്നും ഇഷ്ടമല്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ പേരിൽ അവരെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കിയിട്ടുണ്ട്. എൻ്റെ അച്ഛൻ എന്നെ ഒന്ന് നോക്കാൻ സാധിച്ചിട്ടില്ല. അച്ഛൻ്റെ സ്നേഹം ഞാൻ അറിയുന്നത് അച്ഛൻ പണം അയച്ചു തരുമ്പോൾ പണത്തിൽ കൂടിയായിരുന്നു എന്ന് വരെ കിച്ചു പറയുന്നൊരു കാഴ്ച നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ കാര്യങ്ങളെപ്പറ്റി ഹൈലൈറ്റ് ചെയ്ത് സംസാരിച്ചപ്പോൾ ചില ആളുകൾക്ക് ആ കൊണ്ടതിൻ്റെ ഫലമായിട്ട് രേണുവിനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആളുകളായിരിക്കണം ആ രീതിയിൽ വന്ന് പറയുന്നത്. പിന്നെ ചിലർ പറയുന്നത് രേണുവിനെ പറ്റി അല്ല കിച്ചു ഇങ്ങനെ പറഞ്ഞതെന്നാണ്. രേണുവിനെ പറ്റിയാണ് പറയുന്നത്, നിന്നോട് ആരാണ് പറഞ്ഞത്, രേണുവിനെ പറ്റി അല്ല കിച്ചു സംസാരിക്കുന്നതെന്നാണ് ചില ആളുകൾ വന്നിട്ട് പറഞ്ഞത്. അപ്പൊ അങ്ങനെ പറയാനുണ്ടായ കാരണം എന്താണെന്ന് ഞാൻ ആ പറയുന്ന ആളുകളോടൊക്കെ ചോദിക്കട്ടെ. രേണുവിനെ പറ്റി തന്നെയാണ് കിച്ചു പറഞ്ഞതെന്നുള്ളത് കിച്ചുവിന്റെ ആ ലൈവ് കണ്ട ആളുകൾക്കെല്ലാം അറിയാം. അത് മാത്രവുമല്ല, ഈ കഴിഞ്ഞ ദിവസം രേണുവിനെ പറ്റി കിച്ചു ഒരു കാര്യം പറഞ്ഞുകൊണ്ട് രംഗത്തേക്ക് വന്നു. ഈ രേണു കിച്ചുവിനെ പറ്റി വളരെ മോശമായിട്ട്, അതായത് അവന് വേണ്ടി എല്ലാം ചെയ്തു കൊടുക്കുന്ന ഒരു അമ്മയാണ് ഞാൻ, അങ്ങനെ എല്ലാം ചെയ്തു കൊടുത്തിട്ടും എനിക്കിങ്ങനെ കേൾക്കേണ്ടി വന്നൊരവസ്ഥ അതെനിക്ക് വളരെയധികം വിഷമം ഉണ്ടാക്കുന്നുണ്ട്, ഞാൻ എന്തിനാണ് ഇങ്ങനെ കേൾക്കുന്നത്, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഈ കഴിഞ്ഞ ദിവസം കൂടി അവൻ ചോദിച്ച കാര്യങ്ങളെല്ലാം അവന് വേണ്ടി ചെയ്തു കൊടുത്തൊരു നല്ലൊരു അമ്മയാണ് ഞാൻ. അവനെ ഇതിനു മുൻപ് ഉണ്ടായിരുന്ന പല ആളുകളും പല രീതിയിൽ ദ്രോഹിക്കുമായിരുന്നു, പക്ഷെ എൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു ദ്രോഹവും ഉണ്ടായിട്ടില്ല. ഞാൻ അവന് വേണ്ടി എല്ലാം ചെയ്തു കൊടുക്കുന്ന ഒരാളാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് രേണു വന്നത്. അത് കണ്ടിട്ട് പോലും മനസ്സിലാവുന്നില്ലേ നിങ്ങൾക്ക്? രേണുവിനെ പറ്റിയാണ് കിച്ചു പറഞ്ഞതെന്നും കിച്ചുവിനെ പറ്റിയാണ് രേണു പറഞ്ഞതെന്നും കിച്ചു വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവനാണെന്നുള്ള രീതിയിൽ വരെയാണ് അവർ പറഞ്ഞത്. ഇവൻ ആർക്കോ വേണ്ടിയിട്ട് ആരോ ഇൻഫ്ലുവൻസ് ചെയ്തത് കൊണ്ട് എനിക്കെതിരെ സംസാരിക്കുകയാണെന്ന് വരെ രേണു പറഞ്ഞു. ആ പയ്യൻ ഈ കഴിഞ്ഞ ദിവസം ലൈവിൽ വന്നിട്ട് പറഞ്ഞൊരു കാര്യം കൂടിയുണ്ട്. ഞാൻ ആ വീഡിയോ എന്തായാലും നിങ്ങളെ ഒന്ന് ആദ്യം കാണിച്ചു തരാം. എന്താണ് രേണുവിനെ പറ്റി ഇന്നലെ കിച്ചു ലൈവിൽ പറഞ്ഞതെന്നും അതിനു മുൻപ് രേണുവൊക്കെ അതേപോലെ തന്നെ രേണുവിന്റെ സംഘവും എല്ലാം കൂടി 5 സ്റ്റാർ ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചോ എന്നുള്ള ചോദ്യത്തിന്റെ മറുപടിയും കൂടെ ഞാൻ പറയാം. അതിന് കിച്ചു പറഞ്ഞ ആ ഒരു വീഡിയോ നമ്മൾ കാണേണ്ടത് തന്നെയാണ്. ആ ഒരു വീഡിയോയുടെ കണ്ടിട്ട് നമുക്ക് നേരെ രേണു എന്താ പറഞ്ഞത് കണ്ടു നോക്കാം. ഹോട്ടലിൽ കയറുന്നു, ഫുഡ് കഴിക്കുന്നു, വീണ്ടും പോകുന്നു, ആശുപത്രി എത്തുന്ന വരാൻ ചിന്തിക്കും ഇതൊക്കെ ഒരു പ്രാങ്ക് എന്നായിരിക്കണേ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കണേ. പക്ഷെ പോകുന്ന വഴിക്ക് ഒരു ന്യൂസ് ഇട്ടേക്കുക, ന്യൂസിനകത്ത് കണ്ടില്ലേ ഇവൻ ഈ പറയുന്നത്? ഇവര് 5 സ്റ്റാർ ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കുകയാണ്. അച്ഛന്റെ മരണവാർത്ത അറിഞ്ഞ് അങ്ങോട്ടേക്ക് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എനിക്കൊരു ഒരു ഇതുണ്ടായിരുന്നു, മീൻസ് ഞാൻ ചിന്തിച്ചത് ഇതൊരു പ്രാങ്ക് ആയിരിക്കുമെന്നാണ്. എനിക്കൊന്നും സഹിക്കാൻ പറ്റുന്നില്ല. എനിക്കെല്ലാം ഷെയർ ചെയ്യാൻ പറ്റുന്ന, എനിക്കെല്ലാം തുറന്നു പറയാൻ പറ്റുന്ന ഒരു ഇടം അതെന്റെ അച്ഛന്റെ അടുത്തായിരുന്നു. എൻ്റെ അച്ഛൻ കഴിഞ്ഞാൽ എനിക്ക് വേറെ ആരുമില്ല എന്നുള്ളത് തന്നെയാണ് ഈ പറയുന്ന കിച്ചു പറയുന്നത്. അങ്ങനെ അച്ഛൻ സ്നേഹിച്ചതുപോലെ അല്ല, അച്ഛൻ കൊടുത്തിട്ടുള്ള കരുതൽ പോലെ രണ്ടാനമ്മയ്ക്കോ മൂന്നാമത് വന്നൊരമ്മയ്ക്കോ സാധിച്ചിട്ടില്ല. അങ്ങനെ ഒരു കരുതലും തനിക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ താൻ വഴിപിഴച്ച് പോയൊരു അവസ്ഥയിലേക്ക് വരെ എത്തിയിരുന്നു. പിന്നീടാണ് താനത് റിയലൈസ് ചെയ്ത് തിരികെ വന്നത്. തന്നെ സ്നേഹിക്കാനോ താൻ ആ വീട്ടിൽ വന്ന് നിന്നോട്ടെ എന്ന് ചോദിച്ചപ്പോൾ പോലും തന്നെ കൂടെ നിർത്താത്ത കുറച്ച് ആളുകളാണ് രേണുവിന്റെ കുടുംബം എന്ന് തന്നെയാണ് ആ പയ്യനെടുത്ത് പറഞ്ഞത്. ഇത് കേട്ടിട്ടും മനസ്സിലാവാത്ത മരവാഴകളെ, ഈ സമയത്ത് രേണു ആ വണ്ടിയിൽ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചുകൊണ്ട് വേണമെങ്കിൽ കുറവന്മാർ വരാം. രേണു പിന്നെ പോവാതിരിക്കുമോ? സ്വന്തം ഹസ്ബൻഡ് അപകടത്തിൽ പെട്ടു എന്നറിയുമ്പോൾ ആരാണെങ്കിലും പോവും. ആ കൂട്ടത്തിൽ രേണുവും പോയി. എന്നിട്ട് പോയിട്ട് ഫുഡൊക്കെ അടിച്ചിട്ട് നേരെ പോയത് പറയുന്ന മരണ വാർത്ത കാണാൻ, അല്ലെ ഈ അപകടം നടന്ന സ്ഥലത്തേക്ക്, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്ക്, അല്ലെ ആശുപത്രിയിലേക്കാണ്. അങ്ങനെ പോയപ്പോൾ നേരത്തെ ഫുഡ് കഴിച്ച് പോയി അവിടെ ചെന്ന് അഭിനയിക്കാൻ വേണ്ടിയാണ് പോയതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെയാണ് എല്ലാവരും പറയുന്നത്. ഞാനും അങ്ങനെ തന്നെ കാണുന്നുള്ളൂ. കാരണം ഇതെല്ലാം അഭിനയമായിരുന്നു, ഇവരുടെ പോരാട്ട നാടകമായിരുന്നു എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷേ
രേണു ഇതുവരെ മകനെ മോശമായിട്ടുള്ള രീതിയിലൊന്നും ചെയ്യുക പറയുകയോ ചെയ്തിട്ടില്ല, അവനെ ഒഴിവാക്കി നിർത്തിയിട്ടില്ല എന്നുള്ളതൊക്കെ വാർത്തകൾ നമ്മൾ കണ്ടതാണ്. ഒഴിവാക്കി നിർത്തിയിട്ടില്ല എന്നല്ല, അവൻ്റെ വീട്ടിൽ കയറാനുള്ള അവകാശം നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ്. ഋതപ്പൻ എന്ന് പറയുന്ന രേണുവിൻ്റെ ഇപ്പോഴത്തെ ആ കുട്ടിക്ക്, ആ കുട്ടിയാണ് ആ വീട്ടിലുള്ളത്. ഈ പറയുന്ന കിച്ചു എന്ന് പറയുന്ന പയ്യൻ ഇടയ്ക്ക് അവനെ പോയി കാണാറുണ്ട്, അത് വീഡിയോസൊക്കെ പയ്യൻ ചെയ്യുന്നുമുണ്ട്. അപ്പം അങ്ങനെ ആ രീതിയിൽ അത്രയും മാത്രം അവഗണന സഹിച്ചുകൊണ്ടാണ് ഈ പറയുന്ന കിച്ചു എന്ന് പറയുന്ന കുഞ്ഞ് അവിടെ നിൽക്കുന്നത്. അപ്പോൾ ഇന്നലെ കിച്ചു എന്താണ് ലൈവിൽ വന്ന് പറഞ്ഞതെന്നുള്ള വീഡിയോ ഞാൻ നിങ്ങളത് കാണിച്ചു തരാം. ഈ സൈഡിലൊന്ന് നോക്കിക്കോ. ഈ കിച്ചുവിനെ പറ്റി അല്ല രേണു പറഞ്ഞതെന്ന്, രേണുവിനെ പറ്റി അല്ല കിച്ചു പറഞ്ഞതെന്നും പറഞ്ഞ് മെഴുകുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. കണ്ടോ? ആ, നിക്കും. വേറൊന്നും പറയാനായിട്ട് വന്നതല്ല. എനിക്ക് ഭയങ്കരമായിട്ട് കോളും മെസ്സേജും സംഭവം മനസ്സിലാവുന്നുണ്ട്. ഭയങ്കര സ്നേഹമുള്ളതുകൊണ്ടാണ് ഞാൻ ഓക്കെയാണ്. വേറൊരു പ്രശ്നമൊന്നുമില്ല എനിക്ക്. ഞാൻ എൻ്റെ കുറച്ച് പണ്ടത്തെ കാര്യങ്ങൾ കുറച്ച് പറഞ്ഞതേ ഉള്ളൂ. കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ. പണ്ടത്തെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. ഇപ്പൊ ഇറങ്ങുന്ന ന്യൂസും കാര്യങ്ങളൊന്നും എന്നെ എഫക്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല. ഇത് ഞാൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. എനിക്ക് പറയുള്ളൂ, ഞാൻ ഓക്കെ ആണെന്ന് എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. കാരണം എനിക്ക് ഭയങ്കരമായിട്ട് കോളും മെസ്സേജും എല്ലാവരും എനിക്ക് വന്ന് ഇൻസ്റ്റയിലാണെങ്കിലും ഭയങ്കരമായിട്ട് മെസ്സേജ് വരുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഒരു ലൈവിൽ വന്ന് പറയാമെന്ന് വിചാരിച്ചു. ഞാൻ ഓക്കെയാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. ഈ വരുന്ന ന്യൂസുകളും കാര്യങ്ങളൊന്നും എന്നെ ബാധിക്കുന്ന ഒരു കാര്യമല്ല. ഞാൻ പറയേണ്ട കാര്യങ്ങൾ ഞാൻ നല്ലപോലെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു എല്ലാവർക്കും. ഞാൻ കണ്ടിട്ട് മനസ്സിലായിട്ടുണ്ട് എല്ലാവർക്കും. ഇപ്പം പറഞ്ഞുകൊണ്ടെങ്കിൽ ഇപ്പം കുറച്ച് എന്നെ പറ്റി എന്താണ് ഓരോരോ ന്യൂസുകളൊക്കെ വരാം. കണ്ടില്ലേ, ഇവിടെ മുതലാണ് കിച്ചു ശരിക്കുള്ള കാര്യങ്ങളെപ്പറ്റി വീണ്ടും പറയുന്നത്. പണ്ട് എനിക്കുണ്ടായ അനുഭവങ്ങളെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്, അത് ആരും പറഞ്ഞതിൻ്റെ പേരിലല്ല ഞാൻ പറഞ്ഞതെന്നും ഇനി ഇതിൻ്റെ പേരിൽ എനിക്കെതിരെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് വരാമെന്നുള്ളതും കിച്ചു പറയുന്നുണ്ട്. അതായത് രേണുവും രേണുവിൻ്റെ സംഘവും കൂടി തനിക്കെതിരെ ഏതൊക്കെ രീതിയിൽ കളിക്കും എന്നുള്ളത് അവന് നന്നായിട്ട് അറിയാം. അവൻ പറയുന്നത് ഇനി എൻ്റെ പേരിൽ എന്തെങ്കിലും പെണ്ണ് വിഷയങ്ങളോ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും മോശമായിട്ട് ചെയ്യുന്നവരാണെന്നോ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് രംഗത്തേക്ക് വരാം. അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യങ്ങളല്ല. ഞാൻ എൻ്റെ വിഷമങ്ങൾ പറഞ്ഞു. അത് കേരളത്തിലുള്ള ജനങ്ങൾ ഈ രീതിയിൽ അക്സെപ്റ്റ് ചെയ്യുമെന്ന് ഞാൻ അറിഞ്ഞില്ല. പക്ഷേ എന്നെ ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്, എന്നെ കെയർ ചെയ്യുന്നുണ്ട്. ഒരുപാട് പേര് എനിക്ക് ആശ്വാസം പകരാനായിട്ട് എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്നാണ് കിച്ചു എടുത്ത് പറയുന്നത്. അപ്പം അങ്ങനെ കിച്ചുവിനെ എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യുന്ന ഒരു കൂട്ടം ആളുകൾ ഇപ്പോഴും ഉണ്ട്. അതായത് കൊല്ലം സുധി എന്ന് പറയുന്ന മനുഷ്യനോട് ഇഷ്ടമുള്ള ആളുകളാണ് കിച്ചുവിനെ സ്നേഹിക്കുന്നത് കേട്ടോ. അല്ലാതെ രണസുനെ ഇഷ്ടപ്പെടുന്നതുകൊണ്ടൊന്നുമല്ല. ബാക്കി കേട്ട് പോകാം. അതൊന്നും എന്നെ എഫക്ട് ചെയ്യത്തില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കാൻ പോവും. പറയണമെന്നുണ്ട്. ഡ്രൈവ് ചെയ്യല്ല, ഞാൻ വീട്ടിൽ തന്നെ ആട്ടാം. ഇപ്പം ഇതിനെപ്പറ്റി ഒരുപാട് ന്യൂസുകൾ ഇറങ്ങാം. ഇപ്പൊ പറയാൻ ഈ ഒരു പെണ്ണിനെ കയറി പീഡിപ്പിച്ചെന്ന് വരെ വേണമെങ്കിൽ വരാം ന്യൂസുകളൊക്കെ. എന്താണെങ്കിലും ഞാൻ അതിനൊന്നും മൈൻഡ് ചെയ്യത്തില്ല. ഇത്രേ ഉള്ളൂ. ഞാൻ ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. ഒരു പാസ്റ്റ് ആയിരുന്നു എൻ്റെ അത്. ഞാൻ ഓക്കെ ആയിട്ട് നിൽക്കുകയാണ് ഇപ്പം. ഹാപ്പിയാണ്, കുഴപ്പമൊന്നുമില്ല. കൊല്ലത്തെ വീട്ടാടൊപ്പം നിൽക്കുക. അങ്ങനൊരു വലിയ റെസ്പോൺസ് കിട്ടുമെന്ന് പോലും ഞാൻ വിചാരിച്ചിരുന്നില്ല ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുമ്പം. ഇവര് മച്ച് എല്ലാവർക്കും വളരെ നന്ദി. കുറെ പേര് സപ്പോർട്ട് ചെയ്യാനുണ്ട് എന്നെ. അതൊക്കെ മതി എനിക്ക്. ആ സപ്പോർട്ടൊക്കെ മതി. ഇതൊക്കെ ഒന്ന് പറയണമെന്നുണ്ടായിരുന്നു. വേറെ വിശേഷങ്ങളൊന്നും പറയാനായിട്ട് വന്നില്ല ഞാൻ. കണ്ടില്ല അവൻ്റെ സന്തോഷം, കണ്ടില്ല. എനിക്കിതൊക്കെ മതി, ഇത്രയും പേര് ഇത് അക്സെപ്റ്റ് ചെയ്യുമെന്ന് ഞാൻ അറിഞ്ഞില്ല. ഇങ്ങനൊരു കാര്യം പറയുമ്പോൾ ഒരുപാട് ആളുകൾ അക്സെപ്റ്റ് ചെയ്തു, എന്നെ കേൾക്കാൻ നിൽക്കുന്നു, എനിക്ക് വേണ്ടി സംസാരിക്കാൻ നിൽക്കുന്നു. എനിക്ക് ഒരുപാട് സന്തോഷം. ഇനി ഇതിൻ്റെ പേരിൽ എനിക്കെതിരെ നാളെ എന്തെങ്കിലുമൊക്കെ കേസുകൾ വരാം, പെണ്ണ് വിഷയങ്ങൾ വരാം, ഞാനൊരു പെണ്ണിനെ കയറി പീഡിപ്പിച്ചു എന്ന് വരെ വരാം. പക്ഷേ ഞാനൊന്നും മൈൻഡ് ചെയ്യുന്നില്ല എന്ന് തന്നെയാണ് രേണുവിനെ പറ്റി അല്ലെങ്കിൽ അവരുടെ കുടുംബത്തെ പറ്റിയും ഒക്കെ എടുത്തു പറഞ്ഞുകൊണ്ട് കിച്ചു സംസാരിക്കുന്നത്. കിച്ചുവിൻ്റെ ആ ഒരു യൂട്യൂബിലെ ലൈവിൻ്റെ താഴെ കമൻറ്റ് ബോക്സിൽ കിച്ചു പിന്നെ ചെയ്തിരിക്കുന്ന ഒരു കമൻ്റ് ഉണ്ട്. അത് നിങ്ങൾക്ക് ഇവിടെ നോക്കി അറിയാൻ പറ്റും. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: എന്നെ ആരും മാനിപ്പുലേറ്റ് ചെയ്തൊന്നുമല്ല ഞാൻ വീഡിയോ ഇട്ടത്. ഇനി ഋതപ്പനെയൊക്കെ കാണാൻ പറ്റുമോ എന്ന് പോലും എനിക്കറിയില്ല. ഇങ്ങനെ കുറച്ച് കാര്യങ്ങളിലൊക്കെ പേടിച്ച് ആണ് ഒന്നും പറയാതെ ഇരുന്നത്. എന്തായാലും നോക്കാം. എല്ലാവരുടെയും സപ്പോർട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെയാണ് ആ ഒരു കമൻറ്റ് ആ പയ്യൻ പിൻ ചെയ്തിട്ടിരിക്കുന്നത്. അതിൽ ഒരുപാട് ആളുകളുടെ റിപ്ലൈയും വന്നിട്ടുണ്ട്. മോനെ, നിനക്ക് ഞങ്ങളുണ്ടടാ കൂടെ, നിൻ്റെ കൂടെ എപ്പോഴും ഞങ്ങൾ കാണും, കേരളത്തിലെ ജനങ്ങളെല്ലാവരും നിൻ്റെ കൂടെ കാണുമെന്ന് പറഞ്ഞുകൊണ്ടാണ് കമൻറ്റ് വന്നിരിക്കുന്നത്. ഇനി എന്താണ് രേണുവിനെ പറ്റിയല്ല ആ പയ്യൻ പറഞ്ഞതെന്ന് പറഞ്ഞ് മെഴുകുന്ന ആളുകൾക്ക് പറയാനുള്ളത്? ആ വീഡിയോയിൽ ഞാൻ ഈ ആവശ്യമില്ലാത്തത് എന്താണ് പറഞ്ഞതെന്ന് നിങ്ങളൊന്ന് പറയണം.
കാരണം രേണുവും രേണുവിന്റെ സംഘവും എല്ലാവരും കൂടി അച്ഛന്റെ മരണ വാർത്ത അറിഞ്ഞ് അവിടേക്ക് പോയപ്പോൾ 5 സ്റ്റാർ ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചിട്ട് പോയി എന്ന് ആ പയ്യൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഞാൻ എടുത്ത് പറഞ്ഞപ്പോൾ അത് അത്ര മോശമായിട്ട് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് തോന്നിയത്? ആ പയ്യൻ പറഞ്ഞിട്ടില്ലാത്തൊരു കാര്യം വളച്ചൊടിച്ച് പറയുന്നതായിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്? ഉള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. അല്ലാത്ത കാര്യം എനിക്ക് പറയേണ്ട ആവശ്യകതയില്ല. എനിക്ക് അവരുടെ ലൈഫ് തകർക്കാനോ എനിക്ക് അവരുടെ കുടുംബം ഇല്ലാതാക്കാനോ എനിക്ക് ആവശ്യമൊന്നുമില്ല. ഇല്ലാതാക്കേണ്ട ആളുകളെ ഇല്ലാതാക്കാനും അറിയാം. അപ്പം അങ്ങനെ നല്ല രീതിയിൽ ജീവിച്ചു പോകുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഞാൻ ഇവരുടെ കുറ്റം പറയാം. നമുക്കറിയാം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ സോഷ്യൽ ഇഷ്യൂസ് ആണ് എപ്പോഴും നമ്മൾ ഡിസ്കസ് ചെയ്യാറുള്ളത്. ഇത് ശരിക്കും ഒരു സോഷ്യൽ ഇഷ്യൂ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സോഷ്യൽ ഇഷ്യൂ അല്ല. പക്ഷേ ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു സോഷ്യൽ ഇഷ്യൂ ആയിട്ട് മാറാം എന്നുള്ളത് കൊണ്ടാണ് ഈ രീതിയിലുള്ള കാര്യങ്ങളെ ചർച്ച ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇതൊരു കുടുംബശ്രീ ചർച്ച പോലെ ആയിപ്പോവും, എനിക്ക് മനസ്സിലാവും. പക്ഷേ ഇതിനകത്തിൽ കുറേ അധികം കാര്യങ്ങളുണ്ട്. മക്കളെ ഇട്ട് കളഞ്ഞിട്ട് പോകുന്ന, മറ്റൊരാളെ കാണുമ്പോൾ റിലേഷൻഷിപ്പ് നിർത്തി പോകുന്ന, അങ്ങനെയുള്ള മറ്റേ മക്കളെ പറ്റിയുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള മറ്റേ മക്കളുടെ ചിന്താഗതികളൊക്കെ ഇതിലൊക്കെ നമുക്ക് നിഴലിച്ച് കാണാൻ സാധിക്കും. അത് വർഷങ്ങളായിട്ട് ഒരാളോടൊപ്പം ജീവിച്ചിരുന്നിട്ട് കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ ഇന്നലെ അല്ല ഒരു 5 ദിവസം മുൻപ് ആർക്കോ ഉണ്ടായ പലതന്തയ്ക്കുണ്ടായ ഒരുത്തം വന്നു എന്ന് പറയുമ്പോൾ അവൻ വലിയ മറ്റേതാണെന്നും ഇന്നലെ വരെ കൂടെ ഉണ്ടായിരുന്ന അല്ലെ ഇത്രയും നാളും കൂടെ ഉണ്ടായിരുന്നവൻ ഒന്നുമല്ല എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ആ റിലേഷൻഷിപ്പ് നിർത്തി വലിയ മറ്റേ മക്കൾ കളിച്ച് പോകുന്ന മറ്റേ മക്കളൊക്കെ ഉണ്ടല്ലോ, ആ മക്കൾക്കും എല്ലാം ഇതൊരു പാഠം തന്നെയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള വാർത്തകൾ കൂടി നമ്മൾ ചർച്ച ചെയ്യുന്നത്. എല്ലാവരും എല്ലാം അറിയണം, അതുകൊണ്ടൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പൊ രേണുസുതിയെ പറ്റി തന്നെയാണ് കിച്ചു ഈ കാര്യങ്ങൾ പറഞ്ഞതെന്നും കിച്ചു ആ വീട്ടിൽ അനുഭവിക്കുന്ന ഏകാന്തത, കിച്ചു ആ വീട്ടിൽ അനുഭവിക്കുന്ന ഒന്നുമില്ലായ്മ, അന്യനെ പോലെ ജീവിക്കേണ്ടി വരുന്ന അവസ്ഥ, അച്ഛൻ പോയതോടുകൂടി എല്ലാം നഷ്ടപ്പെട്ടു പോയൊരവസ്ഥ, ഇനി അവന്റെ അനിയനായിട്ടുള്ള ഋതപ്പനെ കാണാൻ സാധിക്കില്ലല്ലോ എന്നുള്ളൊരു വിഷമവും അവൻ പ്രത്യേകിച്ച് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ്? രേണുവിന്റെ നല്ല സ്വഭാവം കൊണ്ടാണോ? നല്ല നടപ്പ് കൊണ്ടാണോ? ഒരിക്കലും അല്ല. രേണുവിന്റെ തനി സ്വഭാവം അറിയാവുന്നത് കൊണ്ടാണ് അവൻ പറഞ്ഞത് ഇനി എനിക്ക് അവരോടൊപ്പം ഇരിക്കാൻ പറ്റുമെന്നോ ഇനി എനിക്ക് അവരെ കാണാൻ പറ്റുമെന്നോ തോന്നുന്നില്ല എന്നുള്ളത്. ഇതൊക്കെ കാണുമ്പോഴും അതിനെയും മോശമായിട്ടല്ലേ രേണുവിൽ നല്ലതാണ് കിച്ചു മോശമാണെന്ന് പറയുന്ന, കിച്ചുവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുകയാണെന്ന് തോന്നലോടുകൂടി സംസാരിക്കുന്ന ആളുകൾ, നിങ്ങളുടെയൊക്കെ കാര്യം ഓർക്കുമ്പോൾ വിഷമമേ ഉള്ളൂ. സത്യം കണ്ടാൽ സത്യമാണെന്ന് പറയണം കേട്ടോ, ഇല്ലെങ്കിൽ ഇല്ലയെന്ന് തന്നെ പറഞ്ഞു, കുഴപ്പമില്ല. പക്ഷേ ഇത് എല്ലാം കണ്ടിട്ടും കേട്ടിട്ടും ഒന്നും കണ്ടിട്ടേ ഇല്ല കേട്ടിട്ടേ ഇല്ല, ഞാനൊന്നും പറഞ്ഞില്ല രാമനാരായണ എന്ന് പറയുന്നത് പോലെ ഇരിക്കുന്നത് അത്ര നല്ല സ്വഭാവമൊന്നുമല്ല. എന്തായാലും അത് മാറ്റിക്കഴിഞ്ഞാൽ എല്ലാം ഏകദേശമൊക്കെ ഓക്കെ ആവും. അപ്പോൾ എന്തായാലും അടുത്ത ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ഇനി എന്തായാലും രേണു ഇതിൻ്റെ പുറമെ ഒരു വീഡിയോ ആയിട്ട് എന്തായാലും വരും. ഇതുവരെ വന്നിട്ടില്ല, ഇനി വരാൻ പോകുന്നതേ ഉള്ളൂ. കുറേ അധികം റീലൊക്കെ എടുത്ത് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നെ ഇതൊന്നും ബാധിക്കത്തേ ഇല്ല, ഞാനിതൊന്നും കാണുന്നേ ഇല്ല എന്നുള്ള രീതിയിൽ ഉള്ളു നല്ല നീറുന്നുണ്ടെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണുന്നവരെ ഓക്കെ ബൈ.